ഹായ് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 5:30. നമ്മൾ രാവിലെ തന്നെ ഒരു സൺറൈസ് കാണാൻ പോവാണ് ബീച്ചിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ ബീച്ചിലേക്ക് പോവാണ്. താഴെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഏത് ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, താഴെ അവരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പയ്യെ പോവാം. ഷാരോൺ ഒന്നുമില്ല, ഷാരോൺ ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാവിലെ വരവ് നല്ലതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം താഴെ ചെല്ലുമ്പോൾ ഇന്ന് ആരൊക്കെ പോകുന്നുണ്ട്. ടൂട്ടു ആകാശത്ത് നോക്കി. എന്താ അത്? ആകാശത്ത് എന്താ അത്? സൂര്യനാണോ? ഓ അടിപൊളി കേട്ടോ, ആകാശം നോക്കിയേ അല്ലേ. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരാറില്ലല്ലോ. ഞാൻ രാവിലത്തെ പരിപാടിയില്ലേ, വൈകുന്നേരം മല വലിക്കോ? ഒരു മീൻ വല വിലക്കോ കേട്ടോ. ചെല്ല്, നിങ്ങൾ പോയി വലിക്കുക. അതാ അതാ ഇതാ ഇത് കൊള്ളാട്ടോ. വീട് പോലെ തന്നെ, പക്കാ വീടല്ലേ, ക്യാരവാനില്. ഇതവിടെ മീൻ വലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മീനിന്റെ വല വലിച്ചോണ്ടിരിക്കുക കേട്ടോ. മീൻ കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം. രാവിലെ ഇവര് വൈകുന്നേരം ഇല്ല, രാവിലെ മാത്രമേ ഉള്ളൂ. അതെ അതെ, ഈ വലയുടെ ഇടയ്ക്ക് ഇവര് ഓൾറെഡി കയറ്റി കഴിഞ്ഞാണോ? ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിടുന്ന ലാസ്റ്റ്. ആ അതെ, നീളത്തിലൊരു മീൻ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് അടുത്ത് കുഴപ്പമില്ല, സാരില്ല, മണ്ണല്ലേ. മണ്ണ് സാരമില്ല പൊന്നാ, നമുക്ക് കഴുകാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴുകാം കേട്ടോ. ഇട്ടോ കാല ഇട്ടോ. മീനെ നോക്കാം കേട്ടോ. നമുക്ക് അവിടെ ഒരു കുറച്ച് മീൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. മന്തിമ ചാടി പോകുന്നുണ്ട് കേട്ടോ, മീൻ കിട്ടാനായിട്ട്. ഉണ്ടോ ഇവിടെ? ബാക്കി മീനെ കാണിച്ചുതരാം. ചാട്. ഇതിനിടയ്ക്കൂടെ ഇതുണ്ടോ മീൻ? ഇത് നീളമുള്ള എന്തോ ടൈപ്പ് മീനാന്ന് തോന്നുന്നു അല്ലേ. അവിടെയൊക്കെ ഉണ്ട്. അതെ, അവിടെ ഉണ്ട് കേട്ടോ. വാ ഓ നോക്ക് നോക്ക് നോക്ക്. നോക്ക്, ഇത് വേറെ ഏത് ടൈപ്പ് മീനാന്ന് തോന്നുന്നില്ലടി. ഇത് ഇതിലേക്ക് കിടപ്പുണ്ട് കേട്ടോ. യോ മോനെ, അടിപൊളി. നോക്ക്, ഫുള്ള് തെറിക്കുന്നുണ്ട്. ഒരു പാവം മീൻ ജീവന് വേണ്ടി പെടയുന്നു കേട്ടോ. കൊള്ളാട്ടോ. ഇതേതാ? അയല പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്. ചിലത് അയല പോലെ ഉണ്ട്, പക്ഷെ ചിലത് നല്ല നീളമുള്ള ഉണ്ട്. പക്ഷെ ചെറിയ മീനാടി കൂടുതൽ. നോക്കുന്നതുണ്ടോ പൊങ്ങി നിൽക്കുന്നു. മറ്റേ വാല് പോലെ, മറ്റേ കുറച്ച് നീളമുള്ള കൂട്ട്. ഇത് ഇവിടെ വേറെ ചുറ്റും. ചുറ്റോട് അല്ല, അത് മറ്റേ ഇതിനുള്ളതാ എടുക്കുന്നത്, മറ്റേ റീലില്ലേ അങ്ങനത്തെ ടൈപ്പിന്. ഇതേതാ? മറ്റേ പറ്റ അല്ല, ഇത് ഈ നീളമുള്ള മീനും. ഇത് മറ്റേ അയല പോലെ ഇരിക്കുന്നു. ടൂട്ടു, ഇതിനെടുത്ത് കടലിൽ കൊണ്ടിട്. ഇത് രക്ഷിക്ക് ടൂട്ടു, രക്ഷിക്ക്. കടലിൽ കൊണ്ടിട്, രക്ഷിക്ക് ടൂട്ടു. വൈബ്രേഷൻ അടിക്കുന്നു, നിനക്ക് പേടിയില്ല?
അതാ കുഞ്ഞു മീൻ കേട്ടോ. എന്തോ ഇവിടെ മൊത്തം മീൻ. ഫ്രൂട്ടിന് ഫിഷ് വേണോ? എടി അത് മറ്റേ ബഫർ ഫിഷ് ഇല്ലേ, അതാന്ന് തോന്നുന്നത്. ബാ നോക്കാം. ബാ 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 ബാ. ഇതിൽ ബഫർ ഫിഷ് കിടപ്പുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അതേടി ഇത് മറ്റേ ബഫർ ഫിഷ് ഇല്ലേ, അതായത് മറ്റേ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ്. സൺറൈസ്. പയ്യെ സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ അജിത്തുണ്ട്. മന്ദീമ എന്തേ? എന്തേ പൊന്നെ പേടിക്കുന്നേ? കവറൊക്കെ ആയിട്ട് മീൻകാരി ഇവിടുന്ന് ഫ്രഷ് മീൻ മേടിക്കാൻ പോകട്ടോ മന്ദീമ. മീനെ കാണിച്ചിട്ട് മീനെ മന്ദീമ പെടക്കുന്ന മാത്രം മതി കേട്ടോ, വെള്ളത്തിലിട്ട് കൊണ്ടോ. ഇതെന്ത് മീനാ? നമ്മളിന്ന് ഫ്രഷ് മീനാണ് ഗ്രില്ലടിക്കാൻ. ഇതെന്തോ മീനാ, എന്തോ എന്റെ പേരെന്താ? ഒരു മീനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. തിരിച്ചു പോ ജീവനോട് രക്ഷപ്പെട. അത് പോയിട്ട് തിരിച്ചു വരും. ആ മീന് കുറച്ചെല്ലാം ബോധം ഉണ്ടെങ്കിൽ തിരിച്ചു വരുമോ അത്? എവിടെ സൺറൈസ്? എവിടെ? സൂര്യൻ തിരിച്ചു പോയെന്ന് തോന്നുന്നു. അവിടെ ഇല്ല സൂര്യൻ. കിളികൾ കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇത് വലിച്ചിട്ടുള്ളതുകൊണ്ട് കിളി ഫുള്ള് വരുന്നുണ്ട്. കടൽക്കാക്കയാന്ന് കേട്ടോ പറഞ്ഞേ. ലിയോ ഉണ്ട് നമ്മുടെ കൂടെ, ബിലു ഉണ്ട്, മന്ദീമയുണ്ട്, അബൂക്കിയുണ്ട്, പിന്നെ അജിത്ത്. രാവിലെ ഇനി വലയ്ക്കകത്തുനിന്ന് മീൻ ഫുള്ള് എടുത്തോണ്ടിരിക്കുക 1 by 1 ആയിട്ട്. ചേട്ടാ ഒത്തിരി എയറിലേക്ക് എറിയ. കാക്ക പോയിട്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. മന്ദീമ എറിയാൻ പോവാട്ടോ. ഓ തീരെല്ലാം ബുദ്ധിയുണ്ടോ നിങ്ങക്ക്? എടുത്ത് കഴിച്ചിട്ട് പോയിക്കൂടെ? ഇത്ര ഫുഡ് ആരെല്ലാം തരുവോ? മന്ദീമ എറിയുന്നുണ്ട് കേട്ടോ. അവളോളുടെ തലയിൽ തന്നെ ഓര് വരച്ചിരിക്ക. തിരിച്ചുപോയി. ഇന്ന് മൂടില്ലാന്ന്. സൂര്യന് നാണമായി, അതുകൊണ്ട് സൂര്യൻ തിരിച്ചുപോയി. നമുക്ക് സൂര്യനെ കാണുന്നില്ല കേട്ടോ. ഈശ്വരൻ ഇവിടെ അവര് വല കറക്റ്റാക്കി മീനകത്ത് ഫുള്ള് എടുക്കും കേട്ടോ. അത് സ്മോളൊന്നും അല്ലടാ, നല്ല മുഴുപ്പുണ്ട്. ഇതേ പുറകെ കിടന്ന് പടയ്ക്കുന്നതാ. നമുക്കങ്ങനെ കിട്ടിയ മീനായിട്ട് മന്തിന്ന് പോവാട്ടോ. നമ്മൾ ഈ ടെൻ്റ് അടിക്കാൻ പോവാട്ടോ. ചെറിയ ടെൻ്റ് അടിച്ചിട്ട് കുറച്ച് നേരത്തേക്ക്. കൈ അതിൻ്റെ അടിയിൽ പോയോടി. നമ്മൾ ടെൻ്റ് അടിച്ചോണ്ടിരിക്കും കേട്ടോ. മണലിന് നല്ല തണുപ്പുണ്ടല്ലേ? ഇവിടെ ചെരുപ്പെടുത്തോണ്ട് പോലായിരിക്കും അല്ലേ? അവൻ്റെ കാലെ കൊണ്ട് മണലിട്ടോണ്ടിരിക്കും. അതിന്റെ പുറകെ കണ്ടോ ബൈക്ക് സഹിതം അവരെ കൊണ്ടുവന്നേക്കുന്നത്. അത് ഞാൻ ആദ്യം ഓർത്തോണ്ടിരുന്ന വീടാണെന്ന്. അല്ലേ? അതേപോലെ തന്നെ അല്ലേ?
ആ നമ്മൾ കടലിൽ ഇറങ്ങാൻ പോകട്ടോ. രാവിലെ സൺറൈസ് കിട്ടില്ല കേട്ടോ, സൂര്യൻ എവിടെയോ പോയി. നമ്മൾ കടലിൽ ചാടാൻ പോകട്ടോ. ഇങ്ങോട്ട് വരുന്നില്ലേ? അവൻ ഓൾറെഡി ഒരുത്തിന് അവിടെ കടലിൽ ചാടി ഓൾറെഡി. ആ അതെ വരുമായിരിക്കും. സൺറൈസ് കിട്ടിയില്ല കേട്ടോ നമുക്കിന്ന്. സൂര്യൻ വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. എവിടെ പോയോ എന്തോ. എടാ അതെന്താ അവിടെ? അവർക്കെല്ലാം നീന്താൻ അറിയാം കേട്ടോ, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നു. അജിത്തിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഓനെ നീന്താൻ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ വലിയ തണുപ്പില്ല കേട്ടോ വെള്ളത്തിന്, അത്യാവശ്യം നല്ല രസമുള്ള. ബുക്കും കുട്ടീസെല്ലാം അവിടെ ഇരിക്കുകയാണ്. ടൂട്ടിന് പേടിയാന്ന് പറഞ്ഞാൽ ടൂട്ട് തിരിച്ച് കയറിപ്പോയി. നിങ്ങൾക്ക് നീന്താ അറിയോ? ഓനും അറിയത്തില്ല, എന്നിട്ടോ അവൻ പറയുന്നേ. അവർക്ക് അറിയുള്ളൂ, എനിക്ക് പേടിയാണോ. ഇങ്ങനെ കാണിച്ചിട്ട് ഇല്ല, കാണാമല്ല, എന്റെ മൈക്കുണ്ട്. അങ്ങനെ ബ്ലോഗർ ആദ്യമായിട്ട് വെള്ളത്തിലിറങ്ങുന്നു ഗൈസ്. എന്താ കരോട്ടയ്ക്ക് പോവാ? ഒറ്റ മൈൻഡ് ചാടിക്കും എടുത്ത്. ഇന്നേലും ചാടുവോ? വീഡിയോ ആണോ? ചാട്. അടുത്തൊരു തെല്ലിടേണ്ട വരുമോ? ലിയോണെ തെല്ലിടറാ. ലിയോണെ കൊറേ തെല്ലിട്. ഇവിടെ ഒരാൾ ആണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നീന്തല്? 3 കിടക്കുന്ന നീന്തി തുടിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് വന്നിട്ട് ഇത്രയും നേരം നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് പേടിയൊക്കെ കടലിൽ. ആക്ച്വലി ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. ലിബയുടെ അല്ലക്ക സൈഡ് എന്ന് പറയുന്നത് കുറേ ബീച്ചുണ്ട് ഈ സൈഡിലായിട്ട്. പക്ഷെ സൂര്യോദയം മാത്രം കിട്ടിയില്ല. ആ സൂര്യൻ എവിടെ പോയെന്നാണ്, ജസ്റ്റ് പൊങ്ങി വന്നായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ല. ഓൺലി ഫസ്റ്റ് ഇത് ഫുജേറ ഇൻ്റർകോണ്ടിൻ്റെ പ്രോപ്പർട്ടി, അത് ലെമറിൻ്റെ പ്രോപ്പർട്ടി, അതിന് തൊട്ടപ്പുറത്തായിട്ട് റൊട്ടാന. അങ്ങനെ 3 പ്രോപ്പർട്ടീസ് അടുത്തടുത്തായിട്ട് നിൽക്കുന്ന സ്ഥലം. ഫുൾ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നു കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈഫിൽ ടവർ പണിതുകൊണ്ടിരിക്കും കേട്ടോ. ഈ വെള്ളം വന്ന് നോക്കൂ, ഇപ്പൊ തന്നെ ഓൾറെഡി വെള്ളം ഇത്രയും വന്നു. ഇത് മറ്റേ ചെരിഞ്ഞ ഗോപുരം പോലെ ആവും തോന്നുന്നു. എൻ്റെ പുറകെ കാണുന്ന വീട് ഉണ്ടോ? വീടല്ല ആക്ച്വലി, അത് മറ്റേ ഇതുപോലെ തന്നെ വണ്ടിയിൽ കെട്ടി വെച്ച് നടക്കുന്ന സംഭവം കേട്ടോ. പക്ഷെ അവരത്ര ഒറിജിനാലിറ്റി ആയിട്ടാണ് അവർ ചെയ്തെടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ പിടിച്ചോണ്ട് പോയ കടയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കിട്ടി. അത്യാവശ്യം അത് ശരിയാട്ടോ. എന്തായാലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയാവും മീനിന്. അവര് മീനില്ലെന്ന് പറയുന്നത്.
കുഞ്ഞുമത്തി പിന്നെ മറ്റേ അത് പിന്നെ പൈസ കൊടുത്താട്ടെ ഞങ്ങൾ മേടിച്ചേ. ഇത് പിന്നെ നമ്മൾ വലിയ മീൻ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചു. 5 രൂപയ്ക്ക് മേടിച്ചു. അല്ല 15 റംസിനോ. അതെ. ഇനിയിപ്പോ ഇത് വൈകുന്നേരം എടുക്കുമോ അവര്? വലയിടുന്നതിനെ പറ്റി എന്തെങ്കിലും പറ. ഒരു നാളെ എടുക്കുവോ? കണ്ട നമുക്കുള്ള ഫിഷ് വരുന്നു. എടുത്തോ. ഒരു ഫിഷ് ഇവിടെ കിട്ടി. അപ്പൊക്കെ എവിടെ നിന്നാ ഇനി വലയെ കുരുങ്ങിയ മീനൊക്കെ നമുക്ക് കിട്ടും. ഒരുത്തിനോടെ കാര്യം അവിടെ നടപ്പുണ്ട് കേട്ടോ. കയ്യിൽ മീനുണ്ട്. ഒരു മറ്റേ എടുത്തെറിയുന്ന മീനെല്ലാം നൈസായിട്ട് പെറുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അത് മറ്റേ സ്നൂപ്പി അല്ല കേട്ടോ. ഇവിടുന്നല്ലേ നമ്മുടെ ആൾക്കാർ നീന്തി അങ്ങോട്ട് പോകുന്നത്. നീന്തുന്നവര് പോകുന്ന നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ റെസ്റ്റ് എടുത്തോണ്ടിരിക്കും കേട്ടോ. ടൂട്ട് അവിടെ തീറും മണ്ണ് വാരിച്ച അവരങ്ങനെ വലയെല്ലാം കളഞ്ഞിട്ട് അവർ തിരിച്ചു പോവാ കേട്ടോ. വ്ളോഗർക്ക് നീന്താൻ അറിയില്ല ഗൈസ്. നല്ല രസമാണ് രാവിലെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട്. രാത്രി ടെൻ്റ് അടിച്ച് കിടക്കുവാണെങ്കിൽ അതിലും അടിപൊളി കേട്ടോ. പക്ഷെ സൂര്യനെ കാണുന്നില്ല. സൂര്യൻ എവിടെ പോയി? അതാണ് ഇപ്പോൾ പ്രശ്നം. സൂര്യോദയം കാണാൻ വന്ന പക്ഷെ സൂര്യനെ കാണുന്നില്ല. 2 മണിക്ക് നല്ല നട്ടുച്ച വെയിലടാ പൊട്ടാ. ഇനി വൈകുന്നേരത്തെ പ്ലാനിങ് കേട്ടോ. രാവിലെ ഒരു പ്ലാനിങ്, ഇനി വൈകുന്നേരം ഒരു പ്ലാനിങ്. നമ്മളങ്ങനെ ഇനി തിരിച്ചു പോവാ കേട്ടോ. വീട്ടിൽ നമ്മളവിടെ പോവാ? വീട്ടിൽ പോവാണോ? ആ വീട്ടിൽ പോവാം നമുക്ക്. നമ്മളെല്ലാം കഴിഞ്ഞു. രാവിലെ അവർ വെള്ളത്തിൽ ചാടുന്നല്ലേ, വെള്ളത്തിൽ ചാടി. പിന്നെ നമ്മൾ കുറച്ച് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അവസാനം നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ. ചേട്ടാ ടൂട്ട് ബൈ ബൈ പറ. ബൈ.